തിരുവനന്തപുരത്ത് എയർഗൺ ഉപയോഗിച്ച് യുവതിയെ വെടിവെച്ച സംഭവത്തിൽ അക്രമിയെത്തിയത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നെന്ന് സൂചന. ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. ആക്രമണത്തിന്റെ കാരണം കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനന്തൻ, ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് അക്രമി എത്തിയത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന എന്ത് വിവരങ്ങളാണ് പോലീസ് കിട്ടിയിരിക്കുന്നത്? മാധു, ആറ്റിങ്ങൽ പോലീസ് അല്ല, തിരുവനന്തപുരം സിറ്റി പോലീസ് തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം തുടരുന്നത്. ഇന്നലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രധാനമായും നടക്കുന്നത്. പോലീസിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഈ അക്രമി ആര് എന്ന് കണ്ടെത്തുകയാണ്. ഇന്നലെ രാവിലെ 7:30യോടെയാണ് തിരുവനന്തപുരം വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെരുന്താന്നി ചെമ്പകശ്ശേരിയിൽ സ്വദേശിയായ ഷിനിക്ക് നേരെ വീട്ടിലെത്തി ഒരു സ്ത്രീ എയർഗണിൽ നിന്ന് വെടിയുതിർത്തത്. അതിനുശേഷം അവർ കാറിലാണ് രക്ഷപ്പെട്ടത്. ആ കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ കാർ കേന്ദ്രീകരിച്ച് അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. അത് ഈഞ്ചക്കൽ വഴി ബൈപ്പാസിലെത്തുകയും പിന്നീട് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്നതായി ഇന്നലെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം തുടർന്ന് നടത്തിയ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ കാർ ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസിന്റെ ഒരു സംഘം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് ഈ കാർ എങ്ങോട്ടാണ് പോയത്, അതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും ഈ കാറിനെ സംബന്ധിച്ചോ കാറിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ സംബന്ധിച്ചോ ഇതുവരെ പോലീസിന് യാതൊരു വിവരവുമില്ല. ഈ അക്രമത്തിനിരയായ ഷിനി തനിക്ക് ശത്രുക്കളോ ആരെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ളവരോ ഒന്നും ഉള്ളതായി പറയുന്നുമില്ല. അവരുടെ മൊഴിയിൽ നിന്ന് ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു വിവരവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി ഷിനിയുടെ ഭർത്താവ് മാലിദ്വീപ്സിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും കൂടി എത്തിയ ശേഷം മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എയർഗൺ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ യുവതിയെ വെടിവെച്ച സംഭവത്തിൽ അക്രമി എത്തിയത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് എന്നൊരു സൂചന പോലീസിന് കിട്ടിയിരിക്കുകയാണ്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനന്തകൃഷ്ണൻ വിവരം